ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാർ പോകാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കുകയാണ്. രാജു രാവിലെ തന്നെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഫോണൊക്കെ കൊടുത്ത് ഇരുത്തിയിരുന്നു. പിന്നെ വണ്ടി വന്ന് നമ്മൾ ലഗേജും കാര്യങ്ങളെല്ലാം അതിലോട്ട് എടുത്ത് വെച്ച് നമ്മൾ ഇവിടുന്ന് തിരിച്ച് അത്യാവശ്യം നേരമൊന്നും എടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കത്തിൻ്റെ ഇതിലാണ്. എല്ലാവരും കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. 8 ഇതിന് ശേഷം നമ്മൾ മൂന്നാർ അടുപ്പിച്ചൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി നമ്മൾ പൂരിയാണ് കഴിച്ചത്. അതായത് നമ്മൾ ആദ്യം തന്നെ ട്രക്കിങ്ങിന് പോകാമെന്നായിരുന്നു തീരുമാനം. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് 2 മണി ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നടന്ന് യാത്ര തിരിച്ച് നമ്മൾ നമ്മളെടുത്ത ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. 2 വണ്ടിയിലായിട്ടാണ് നമ്മൾ ട്രക്കിങ്ങിന് പോയത്. ഞങ്ങൾ എല്ലാവരും ഒരു വണ്ടിയിൽ, പിന്നെ വേറൊരു ടീംസും ഉണ്ടായിരുന്നു, അവർ വേറൊരു വണ്ടിയിൽ. മൂന്നാർ വന്ന ട്രക്കിങ് പോയിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം നല്ല എൻജോയ് ചെയ്തതെന്ന് വെച്ചാൽ കാരണം ആ മലയുടെ വണ്ടിയിൽ അത്ര സ്പീഡിലാണ് അവർ കൊണ്ടുപോകുന്നത്. പിടിച്ചിരുന്നില്ലെങ്കിൽ പോയി. അത്രയ്ക്ക് നല്ല സ്പീഡിലാണ് ആ ജീപ്പിൽ നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ ആ പാറയുടെ മണ്ടയിലൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക് ആ കുലുങ്ങിയുള്ള പോക്കുമല്ല. മുരുകപ്പാറ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പിന്നെ അവിടെ കുറേ നേരം നിന്നപ്പോഴത്തേക്ക് കോടയൊക്കെ ഇറങ്ങാൻ തുടങ്ങി. പിന്നെ വണ്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു വേറെയും. കുറേ നേരം നമ്മളവിടെ നിന്ന് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് പിള്ളേരൊക്കെ ഭയങ്കര, കാരണം നല്ല കുലുങ്ങിയാണ് ആ വണ്ടി പോയിക്കൊണ്ടിരുന്നത്. കാരണം നല്ല രീതിയിൽ നമ്മളതിൽ പിടിച്ചിരുന്നേ പറ്റത്തുള്ളൂ. കുട്ടികളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അതിൻ്റെ ഏറ്റവും മണ്ടയിലെത്തിയ ശേഷം നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി അവിടെയൊക്കെ ഇറങ്ങി കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ വന്ന 2 വണ്ടിയിലും പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല വോളിയത്തിൽ. പിന്നെ പിള്ളേർ ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ കുറേ നേരം നമ്മളതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ നമുക്ക് അധികം സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ചാറ്റൽ മഴയൊക്കെ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോയത് ആപ്പിൾ മരം കാണാനാണ്. പിന്നെ വണ്ടിയിൽ നമ്മൾ പാട്ടൊക്കെ ഇട്ട് ഫ്രണ്ടിൽ നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ആപ്പിൾ തോട്ടം എത്താറായി. അത്യാവശ്യം ഒരുപാട് ആപ്പിൾ തോട്ടങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനെ മാതളം, നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ആപ്പിളൊക്കെ ഇങ്ങനെ അത്യാവശ്യം പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ സ്ട്രോബെറിയും പിന്നെ സൺഫ്ലവറും ഒക്കെ ഉണ്ടായിരുന്നു. സൺഫ്ലവർ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഫ്രഷായിട്ട് സ്ട്രോബെറി വിൽക്കാൻ കിട്ടുമായിരുന്നു. പിന്നെ നമ്മൾ ചെറിയൊരു സ്ട്രോബെറി കൊതിച്ച ആയതുകൊണ്ട് നമ്മൾ സ്ട്രോബെറി കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് തന്നെ തിന്നാൻ തുടങ്ങിയ ആൾ. നമ്മൾ ഇവിടെ കിട്ടുന്ന കണക്കല്ല, അത്യാവശ്യം നല്ല മധുരമുള്ള സ്ട്രോബെറി ആയിരുന്നു. നല്ല ഇച്ചിരി വലുതും കൂടെ ആയിരുന്നു. അങ്ങനെ അടുത്ത സ്ഥലം എത്തുന്നതിന് മുമ്പ് തന്നെ ആളത് കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ശർക്കര ഉണ്ടാക്കുന്നത് ഇവിടെയാണ്, മറയൂരാണ് പോയത്. അവിടെ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം മഴയൊക്കെ ഒന്ന് തോന്നിട്ടുണ്ടായിരുന്നു. അതെ, ഈ തീയിട്ട് തിളപ്പിച്ച് കൊണ്ടിരിക്കുന്ന ശർക്കരയാണ്. അതിന് പിന്നെ അവർ വേറൊരു സ്ഥലത്തോട്ട് മാറ്റിയിട്ടാണ് മറ്റേ കട്ടയാക്കി എടുക്കുന്നത്. അതിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം നല്ല രീതിയിൽ പുകയും നല്ല തിളച്ചുകൊണ്ടിരിക്കും അത്. പിന്നെ അവിടെ തന്നെ ശർക്കര വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. നമുക്ക് സാമ്പിൾ നോക്കാനൊക്കെ തരും. മസാല ശർക്കരയും അല്ലാത്ത ശർക്കര, പൊടി ശർക്കര, അങ്ങനെ 2-3 ടൈപ്പ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ശർക്കര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ കരിമ്പിൻ ജ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് അങ്ങനെ നമ്മളതൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയെടുത്ത് നമ്മൾ നേരെ പോകുന്നത് റൂമിലേക്കാണ്.
റൂമിൽ ചെന്ന് നമ്മളൊന്ന്